രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും അധികം തൊഴിലുകൾ നൽകിയ നിയമനങ്ങൾ നൽകിയ സർക്കാരാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ വേറിട്ടൊരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പെൺകുട്ടികൾ, അതായത് ജോലിക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ്. കാക്കി സ്വപ്നം കണ്ടവർക്ക് കണ്ണുനീർ ബാക്കി, സേവ് WCPO എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അവകാശമാണ്, സർക്കാരെ നിങ്ങളിത് കാണുന്നില്ലേ എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ പ്ലക്കാർഡുകളിലെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വേറിട്ടൊരു സമര രീതിയിലേക്ക് ഇവർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഫുട്പാത്തിൽ ഉപ്പ് വിതറിക്കൊണ്ട് ആ ഉപ്പിൽ കാൽമുട്ട് പതിച്ച ഇവർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരം സമര രീതികൾ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. വേറിട്ട പല സമരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു സമരം ആദ്യമല്ലെങ്കിൽ പോലും ഇത് ഈ അടുത്ത കാലത്ത് ആദ്യമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം 900-ലധികം പേരാണ് ഈ പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 230-ൽ മാത്രം ഒരു നിയമനമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഏകദേശം 30% മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ് നിയമനം നടന്നത്. ഈ 19-ാം തീയതി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യുന്നു.